2001 ഇതിനെ ഫുള്ള് ചെയ്ത വണ്ടിയാണ്. 65 രൂപ. ഈ മാരുതി ഇത് 2005 ആണ്. ഇത് 65. ഇത് 2004 ആണ്. 65. 2002 ആണ്. 65. 65,000 രൂപ. 2006 MPF ആണ്. 65. നമുക്ക് 260 കൊടുക്കട്ടോ. ഓ 2,60,000 രൂപയ്ക്ക് ഉണ്ടാവില്ലേ? 2,60,000 രൂപയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. 3.5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. 5.5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. സീറ്റിന്റെ വിലക്ക് 65,000 രൂപ കൊടുക്കാം. വെറും 65,000 രൂപയ്ക്ക് നല്ല അടിപൊളി അൾട്ടോ കൊടുക്കല്ലേ? ഭാരതി 65,000 രൂപയ്ക്ക്, അൾട്ടോ 65,000 രൂപയ്ക്ക്. ലോൺ 5 രൂപ കൊടുക്കാം. 5 രൂപ എന്താ ലോൺ വെറും 90,000 രൂപ 80 രൂപയ്ക്ക് നല്ല അടിപൊളി ഇന്നോവ ഇറക്കാറല്ലേ? 2014 മോഡൽ വണ്ടിയാണ്. 240 കൊടുക്കാം. 14 മോളിന് 240. ഇതിന്റെ 15-16 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് 4,10,000 ആസ്ക് ചെയ്യുന്നത്. 4,10,000 തീർച്ചയായും കുറക്കോ? 2 ലാഖ് നമുക്ക് ഫിനാൻസും കൊടുക്കാം. കയറും. അപ്പൊ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറങ്ങും. ഒരു 50-55 റേഞ്ച് കൊടുക്കട്ടോ. 55,000 രൂപ അടിപൊളി 4 കിടക്കുന്നില്ല. ഗോൾഡൻ കളർ പറയാം. അപ്പൊ നമ്മളങ്ങനെ വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള കേസ് കാസിലാണ് 2 എപ്പിസോഡ് ചെയ്ത് 3ാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഈ എപ്പിസോഡിലെ ചെറുവണ്ടികൾ കുറയുണ്ട്. 65,000 രൂപയ്ക്ക് മാർജിനുകൾ കുറയുണ്ട്. അൾട്ടോ 65,000 രൂപയ്ക്ക് ഉണ്ട്. സെന്നുകൾ 65,000 രൂപയ്ക്ക് ഉണ്ട്. ഇന്നോവാണ് ഏകദേശം 2,60,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ടാറ്റന്റെ സഫാരികൾ വരെ ഈ വീഡിയോയിൽ ഉണ്ടല്ലോ അല്ലെ? നമ്മളെ കൂടുതൽ മുസഫിർ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഷാറല്ലേ? ടാറ്റ സഫാരി ഉണ്ട് അല്ലെ? ചെറിയ കൈ കൊടുക്കാം. 3 ലക്ഷത്തിന് കീപ്പിട്ട് കൊടുക്കാം. അതെ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഫുൾ ഗ്യാരണ്ടി അല്ലേ? ഒരുപാട് ഫുൾ വണ്ടികളുണ്ട്. ചെറു ബഡ്ജറ്റ് ഉണ്ട്. പ്രീമിയം എല്ലാം ഉണ്ട്. ഓടി തൊട്ട് ബെൻസ് തൊട്ട് ചെറുവണ്ടി എല്ലാ മോഡൽ വണ്ടികളും 4,50,000 മുതൽ 65,000 രൂപ മാറി കുറെ ഉണ്ടല്ലോ അല്ലേ? അതൊരു മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യാരണ്ടിയാണ്. എടുത്താൽ മതി. അത് നമ്മള് ഗ്യാരണ്ടി പറഞ്ഞില്ലേ? നമ്മൾ കാണാത്ത നിങ്ങൾ കാണാതെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്തായാലും ഒരാളെ കൊണ്ട് ചെക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാറല്ലേ? ഏത് വണ്ടി കുറിച്ച് സെറ്റ് ആയി കൊടുക്കും. മൊത്തം വണ്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടും. രണ്ടാമത്തെ ലിങ്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. എല്ലാം കിട്ടുമല്ലേ? ഓക്കെ, വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കാറല്ലേ? എങ്ങനെ നമ്മൾ ചെയ്തു നിങ്ങൾക്കുള്ള സപ്പോർട്ട് ഫുൾ നമ്മൾ ചെയ്തു തരും. ഇനി അതല്ല, ഏത് വണ്ടി നിങ്ങൾക്ക് കൊടുക്കാണ്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാല് മാറ്റിയെടുക്കും ചെയ്യാറല്ലേ? എടുക്കാറല്ലേ? ഏതൊക്കെ ഓടി വേണമെങ്കിൽ നിങ്ങൾ മാറ്റി കുറച്ച് പൈസ കൊടുക്കേണ്ടിരുന്നുള്ളൂ അല്ലേ? ആ ഗ്യാരണ്ടി പറയാനല്ലേ? ഒക്കെ വീഡിയോയിൽ കാണാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. കേരളത്തിൽ എവിടെ ലോൺ ചെയ്ത് കൊടുക്കും. ഇനി NOC പരിപാടി ചെയ്ത് കൊടുക്കും. NOC ചെറിയ പ്രശ്നം ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാറല്ലേ? ആൾക്കാർ വരുന്നോട്ടല്ലേ? വീഡിയോ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലിലേക്ക് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളെ 3ാമത്തെ ലാസ്റ്റ് എപ്പിസോഡിലെ കണ്ണന്മാർ വണ്ടി ഉണ്ടല്ലേ? ഇന്നോവ കുറെ ഉണ്ടല്ലോ അല്ലേ? ഫുൾ ഇന്നോവ. അപ്പൊ ആദ്യത്തെ ഇന്നോവ ആയിക്കോട്ടെ അല്ലേ? ഇതേ മോഡലുണ്ട്. 2015 ഒറിജിനൽ കേരള വണ്ടിയാണ്. 15 മോഡൽ ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? വി ആണ്. ഇന്ന് നമ്പറേ വണ്ടി അല്ലേ? അല്ല, ഒറിജിനൽ കേരള വണ്ടി തന്നെ. 4004 അല്ലേ? മലപ്പുറം വണ്ടി കേട്ടോ. മലപ്പുറം വണ്ടി അല്ലേ? ആകെ 83 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സ്റ്ററിലാണ്. ഓ, അടിപൊളി അലവിലൊക്കെ ചെയ്ത വണ്ടിയിലെ 83 ഓടിയിട്ടുള്ളൂ അല്ലേ? അടിപൊളി സീറ്റ് ഉണ്ട്. ഓ, അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ചെയ്തു. ആൻഡ്രോയിഡ് ചെയ്തു. സിംഗിളോ എടുക്കുന്ന പാർട്ടിക്ക് ഡയറക്റ്റ് എണ്ണടിച്ച് ഓടിയാൽ മതി. പരിപാടി എടുക്കാൻ മാത്രമല്ല, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 8 പോലെ 8 സീറ്റ് വണ്ടിയല്ലേ? സീറ്റ് വണ്ടിയാണ്. ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഹെവി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി അല്ലേ? ഓണർഷിപ്പ് എത്ര തന്നെ? ഓണർഷിപ്പ് 3ാമത്താണ് നിലവിലുള്ള അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണത്? 9 ലക്ഷത്തിന്റെ IDV ഉണ്ട്. നമ്മൾ ചോദിക്കണത് 12 ലക്ഷമാണ്. 12 ലക്ഷം ചോദിക്കണ്ടേ? 9 ലക്ഷം IDV ഉള്ള വണ്ടി. അതെ, ഒരു 9 രൂപ വരെ നമുക്ക് എന്തായാലും ഫിനാൻസ് ചെയ്ത് കൊടുക്കും. മാക്സിമം എന്നാലും ഒരു 1.5-2 പ്രൊഫൈൽ മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? എടുക്കുന്ന പാർട്ടിക്ക് ഒരു വർക്കും ഇല്ല. എണ്ണടിച്ച് ഓടിയാൽ മാത്രം മതി. എന്തായാലും 12,000 മൈലേജും കിട്ടും. അടുത്തോണ്ട് അതേമാതിരി ഉണ്ടാവാണല്ലോ. ഇത് 2012 മോഡല് റീവെന്റ് ആണ്. 12 മോഡല് റീ രജിസ്ട്രേഷൻ ഉണ്ടാവാണല്ലേ? G4 കേട്ടോ. G4 ആണല്ലേ? കേരള 85 തിരൂർക്കാണല്ലേ? കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് 1.5 ഓടിയിട്ടുണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പ് 4ാമത്താണ് നിലവിലുള്ള അല്ലേ? ഓക്കെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട്. റീവെന്റ് ആണ്. മെയിൻ ഗ്ലാസ് മാറിക്കണോ? 8 സീറ്റ് വണ്ടി അല്ലേ? 8 അടിച്ച് പിന്നെ പോകാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണത്? ചോദിക്കുന്നത് 5,90,000 ആണ്. 5,90,000 എന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങള്? ലോൺ 5 രൂപ കൊടുക്കാം. 5 രൂപ എന്തായാലും ലോൺ വെറും 90,000 രൂപ 80 രൂപയ്ക്ക് നല്ല അടിപൊളി ഇന്നോവ ഇറക്കാറല്ലേ? അതേപോലെ വീണ്ടും ഇന്നോവയുള്ളോ? 2008 ടൈപ്പ് 4 8 മോഡൽ ടൈപ്പ് 4 ചെയ്താണ്. എത്ര പേപ്പർ ഉണ്ട്? 2029
29 പേപ്പർ ഉണ്ട്. വെള്ള കളറാന്നുള്ളൂ അല്ലേ? ഓടിക്കണ എത്ര എന്നാല്? ഓട്ടോയിൽ 1.5 കാണുന്നത്. റീവന്റെ കിലോമീറ്റർ നോക്കണ്ട. ജനുവന്റ് പറയില്ലല്ലോ അല്ലേ? മീറ്റർ കാണണ്ട പറയുള്ളൂ. ആ സീറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? വെറുത്തുള്ള വണ്ടി പറയാല്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണതാല്? 4,10,000 ആസ്കിണത്. 4,10,000 ആ തെർച്ച് കുറക്കോ? 2 lakh നമുക്ക് ഫിനാൻസും കൊടുക്കാം. കയറും. അപ്പൊ 2 ലക്ഷം റുപ്യക്ക് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ബാക്കി 2 ലക്ഷം ലോൺ ഉണ്ടാവില്ല അല്ലേ? ഒക്കെ 8 സീറ്റ് വണ്ടി അല്ലേ? ഈ കിടക്കുന്ന 3 വണ്ടി 8 സീറ്റ് ഉണ്ടാവാണ് അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി 2006 മോഡല് 2009 രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. 6 മോഡൽ 9 രജിസ്ട്രേഷൻ അങ്ങനെ കമ്പനി ഡെമോ പീസ് വരുന്നത്. ഡെമോ പീസുള്ള ഇന്നോവാണ് അല്ലേ? വർക്ക് ചെയ്യൂല വണ്ടി? ഓടൂലേ? ഓടും. എന്നാ മതി. നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്ത വണ്ടി അല്ലേ? ടൈപ്പ് 4 ചെയ്ത വണ്ടി തന്നെയാണ്. ടൈപ്പ് 4 ചെയ്ത വി ആണ് ഓപ്ഷൻ തന്നെ. ഇതിപ്പോ പേപ്പർ എടുത്തിട്ട് 1 മാസം ആയിട്ടുള്ളൂ കേട്ടോ. പുതിയ പേപ്പറാ. 5 വർഷം പേപ്പറുള്ള വണ്ടിയാണ്. അപ്പൊ അതിനേശം നോക്കിയാൽ മതില്ലേ? നല്ല ചൊറുക്കുള്ള വണ്ടി അല്ലേ? ഒരു വെറൈറ്റി കളറല്ലേ? പച്ചണത് ഒരു അങ്ങനെ സെറ്റപ്പ് കളറല്ലേ? ഏതൊക്കെ പോകല്ലേ? അടിപൊളി അലവിലും ഉണ്ട്. നമുക്ക് 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യക്ക് ഇന്നോവ കൊടുക്കാം. 3.5 ലക്ഷം റുപ്യക്ക് അല്ല അടിപൊളി ഇന്നോവ കൊടുക്കാം അല്ലേ? ലോൺ കയറും. 1.5 ലക്ഷം റുപ്യക്ക് ഇന്നോവ കൊടുക്കാം. 7 സീരീസ് ഇന്നോവ. എല്ലാ പേപ്പറും 5 വർഷം പേപ്പറിലാണ്. ഓക്കെ. അടുത്ത ഇന്നോവ ഉണ്ടല്ലോ 2005 ടൈപ്പ് 4 ചെയ്യാത്ത സാധാരണ നോർമൽ വണ്ടിയാണ്. നോർമൽ സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ? ഇതൊക്കെ റീവണ്ടികളല്ലേ? അതറിയാം. റീവണ്ടിയാണ് അല്ലേ? എത്ര ഓടിയുണ്ട് വേണ്ടത്? അത് 1.99 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 4 എന്നാ റീപ്ലേസ് ഉണ്ടോ? മേജർ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ലാത്ത വണ്ടിയില്ല. വൃത്തിയുള്ള വണ്ടിയില്ലേ? 28 ടാക്സ് പഠിച്ചിട്ടുണ്ട്. റിന്യൂവൽ 2005 ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. 2005 ലാസ്റ്റ് ആണ് റിന്യൂവൽ വരുന്നുണ്ട്. ടാക്സ് ഒക്കെ ക്ലിയർ ഉള്ള 8 സീറ്റ് ഉണ്ടാവല്ലേ? നമുക്ക് 2.60 കൊടുക്കാം കേട്ടോ. 2,60,000 റുപ്യക്ക് ഉണ്ടാവല്ലേ? 2,60,000 റുപ്യക്ക് ഉണ്ടാവുന്നുണ്ട്. 3.5 ലക്ഷം റുപ്യക്ക് ഉണ്ടാവുന്നുണ്ട്. 5.5 ലക്ഷം റുപ്യക്ക് ഉണ്ടാവുന്നുണ്ട്. 8 ലക്ഷം റുപ്യക്ക് 10 ലക്ഷം റുപ്യക്ക് ഉണ്ടാവുന്നുണ്ടല്ലേ? ഏതുണ്ടാവും നമ്മൾ കൊടുക്കും അല്ലെ? 8-10 ഇന്നോളം കൊടുക്കാം അല്ലേ? അതാണ് മുസഫിറോ. അപ്പൊ അടുത്ത വണ്ടി ഇവിടുന്ന് ഫുൾ ആണ് മാരുതി 800-കളാണല്ലേ? 8-10 ഉണ്ടല്ലേ? ഇതില് കാർപ്പറേറ്റർ ഉണ്ട്, MPFI ഉണ്ട്, 4 സ്പീഡ് ഉണ്ട്, 5 സ്പീഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാ മോളുള്ള അടിപൊളി മാരുതി 800 ഇവിടുന്ന് തല വരെ ഉണ്ടല്ലേ? 8-10 ഉണ്ട്. ഇതിപ്പോ 2000 മോഡൽ വണ്ടിയാണ്. 2000 മോഡല് മാരുതി 800 ആണ് ഈ കിടക്കണ മുതൽ. 5 സ്പീഡ് MPFI ആട്ടോ. MPFI ആണ്. വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. AC വർക്കിംഗ് ആണ്. ഓടിക്കാൻ അടിപൊളിയാണ്. തുരുമ്പോ കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇതിന് 65 റുപ്യ ചോദിക്കണം കേട്ടോ. 65,000 റുപ്യക്ക് മാരുതി നമുക്കൊക്കെ ഒറ്റടിങ്ങനെ കാണിച്ചു പോകാല്ലേ? എല്ലാ 65 റുപ്യ. 65,000 റുപ്യക്ക് ഈ മാരുതി MPFI കൊടുക്കാം. 2006 ഉണ്ട്. ഒക്കെ 65,000 റുപ്യക്ക്. 2001 ആണ്. ഇതിന് ഫുള്ള് ചെയ്ത വണ്ടിയാണ്. 65 റുപ്യ. ഈ മാരുതി ഇത് 2005 ആണ്. 65. 2004 ആണ്. 65. 2002 ആണ്. 65. 65,000 റുപ്യ. 2006 MPFI ആണ്. 65. 6 MPFI 65,000 റുപ്യക്ക്. ഒക്കെ എല്ലാം ഏതെടുത്ത് 60 രൂപ. ഇവിടുന്ന് തലവരെ മാരുതിനോടൊക്കെ 65,000 റുപ്യക്ക് എല്ലാ ഓഫറുകളും കൊടുക്കാം. ഒന്ന് നോക്കി ചെക്ക് ചെയ്തെടുത്താൽ മതി. അതാറുണ്ട്. ഞാൻ ആഴ്ച വിളിച്ചോട്ടല്ലേ? അതാറുണ്ട്. അൾട്ടോൾ എങ്ങനെ? 2010 അൾട്ടോ ആണ്. 10 മോഡൽ അൾട്ടോ ആണ്. വെള്ള കളറാണ് അല്ലേ? LXI ആണോ? LXI ആണല്ലേ? എത്ര ഓടിക്കണെന്നാല്? അത് 1.10 ഓടിക്കണം. ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല കേട്ടോ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി അൾട്ടോ ആണ് കിടക്കുന്നില്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? 1.25 ചോദിക്കുന്നത്. നമുക്ക് 7 ഉറുപ്പിക ലോൺ കൊടുക്കണം. 1.25 ലക്ഷം വെച്ചാൽ 70,000 ലോൺ കയറും. 18 ലെവല് മൈലേജും കിട്ടും. എന്നാ അടുത്താണ് അതേപോലെ അൾട്ടോ ഉള്ളോ? ഇതൊരു മാണിക്കക്കല്ല് പുകല് സാധനം. 5 സെക്കൻഡ് ഓർഡർ വണ്ടിയാണ്. 5 മോഡലാണ്. അപ്പൊ LXI കയറല്ലേ? AC ഇല്ല, പവർ സ്റ്റാറിംഗ് ഇല്ല. എഞ്ചിൻ കണ്ടീഷൻ പക്ക നീറ്റ് കേട്ടോ. ഇഞ്ചൻ ഉഷാറാണല്ലേ? 15 വണ്ടി ഓടിക്കുന്ന സുഖം കിട്ടും. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ പീസ് ബോഡിയാണ്. AC പവർ സ്റ്റാറിംഗ് ഒന്നും ഇല്ലാത്ത വണ്ടിയില്ലേ? വൃത്തിയുള്ള വണ്ടി എന്ന് പറയാം. സീറ്റിന്റെ വിലക്ക് 65,000 രൂപ കൊടുക്കാം. വെറും 65,000 റുപ്യക്ക് നല്ല അടിപൊളി അൾട്ടോ കൊടുക്കല്ലേ? മാരുതി 65,000 റുപ്യക്ക്, അൾട്ടോ 65,000 റുപ്യക്ക്, എല്ലാം 65,000 മിന്റ് കണ്ടീഷൻ ആട്ടോ. മിന്റ് കണ്ടീഷൻ വണ്ടി അല്ലേ? ഇഞ്ചിന് മെക്കാനിക് ഉഷാർ വണ്ടി. 18 ലെവല് മൈലേജും കിട്ടും. പിന്നെ അൾട്ടോ 800 കൊടുത്താല് 2015 അൾട്ടോ 15 മോഡൽ അൾട്ടോ 800 ആണ് അല്ലേ? 1,70,000 രൂപ കൊടുക്കാം. പൊട്ടൻ അൾട്ടോ. അൾട്ടോ 800 അല്ലേ? 1,70,000 റുപ്യക്ക് 15 മോഡൽ അൾട്ടോ 800 കൊടുക്കാം അല്ലേ? ഇത് ഓടിക്കൊണ്ട് വരാൻ പറ്റുന്നാല്? ഇത് 78 ഓടിയാണ്. 77 കിലോമീറ്റർ ഓടിക്കണം. തേർഡ് ഓൺഷിപ്പ് ആണോ നിലവിലുള്ള അല്ലേ? ഓക്കെ. എന്നാ റീപ്ലേസുകൾ ഉണ്ടോ? മേജർ ഒന്നുമില്ല.
ഒരു പരിപാടി ഇല്ല, മേജർ ആയിട്ടൊന്നും മാറിയിട്ടില്ല. ചെറിയ റീപ്ലേസിനാണ് ആ റേറ്റ് കേട്ടോ. ആ ഓക്കെ. 1,70,000 രൂപയ്ക്ക് അടിപൊളി അൾട്ടോ കൊടുക്കാം, 15 മോളിൽ കൊടുക്കാം. ഓക്കെ. എന്നാ ഈ അൾട്ടോ എന്ന് പറയാനേ ഇത് 19 സിംഗിൾ ഓണർ 50 ഓടി ഉണ്ട്. 50,000 ആ കൊടുക്കുള്ളൂ. വർത്താനം പറയണ പൊട്ടനല്ല കേട്ടോ. വർത്താനം പറയോ? പൊട്ടനല്ല, ബുദ്ധിയുള്ളതാണ് വർത്താനം. ആ ഓക്കെ. ഇത് LXi അല്ലേ? LXi. എത്ര ഓടിയുണ്ടായിരുന്നേ? ഇതാകെ 53 ഓടിക്കുള്ളൂ. ഓടിയുണ്ടല്ലേ? റീപ്ലേസ് കാര്യങ്ങളും ചെയ്യണം? ഒന്നുമില്ല, അല്ലാണ്ട് ഒരു പരിപാടി ഇല്ലാത്തല്ല വൃത്തിയുള്ള ഉണ്ടല്ലേ? നമുക്ക് 2,90 കൊടുക്കാം. 2,90,000 രൂപയ്ക്ക് അൾട്ടോണർ കൊടുക്കാം. ഒരു 30 റുപ്യ നമുക്ക് ഇറക്കി കൊടുക്കും ചേട്ടോ. ബാക്കിയൊക്കെ ലോൺ ഇട്ട് കൊടുക്കും. വെറും 30,000 മുടക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി അൾട്ടോണർ കൊണ്ടുപോകാം. നീല കളറില്ലേ? മാസത്തിൽ 5,000 രൂപ അടവ് ഇങ്ങനെ വരും അല്ലേ? വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. ഇത് നല്ല കണ്ടീഷൻ 2016 വണ്ടി. 16 അൾട്ടോ 800 പ്രോഗ്രാം ഒക്കെ ചെയ്തോണ്ട് 20 വണ്ടിന് വൃത്തിണ്ട്. പക്ഷെ 16 മോഡലുള്ളൂ അല്ലേ? 53 ഓടിയിട്ടുള്ളൂ. ലോക്കൽ റൗണ്ട് ഓടിയിട്ടുള്ളൂ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഉഷാറാണല്ലേ? റീപ്ലേസ് ഇല്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. 53 കൊടുത്ത നല്ല കണ്ടീഷൻ. ഓക്കെ. സീറ്റാറൊക്കെ ഉഷാറാണല്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3 എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 2,50,000 ആണ്. ഒരു 2 റുപ്യ നമുക്ക് ഫിനാൻസും കൊടുക്കാം. ചെയ്ത് കൊടുക്കുന്ന ചെയ്യാലേ? എന്തായാലും ഒരു 10, 30 രൂപ 40 രൂപ വണ്ടി എടുക്കാം അല്ലേ? പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ? വേറെ പണികളും കാര്യങ്ങളും ഇല്ലാത്ത വണ്ടി, ഫുൾ ഗ്യാരണ്ടിയില്. ഇതൊക്കെ 18 ലെവലിൽ മൈലേജ് കിട്ടും അല്ലേ? ഇവിടെ തല വരെ ഫുൾ പക്ക വണ്ടി. അടുത്ത വണ്ടല്ല അടിപൊളി നാനോ ചാകല 4-5 നാനല്ലേ? ഇതൊക്കെ നമുക്ക് 50-55 റേഞ്ച് കൊടുക്കാം. 55,000 രൂപ അടിപൊളി നാനിന് കിടക്കുന്നില്ല. ഗോൾഡൻ കളർ പറയാം. മോഡൽ അങ്ങനെ 11 ആണ്. 2-11 കേട്ടോ. 2-11 ചുവപ്പ് 11 ഇതും 11. 2,55,000 രൂപ കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ വണ്ടില്ലേ? ഓക്കെ. ഈ നാനാണ് നീല. ചോദ്യമാണ്, നമുക്ക് നെഗോഷ്യബിൾ ആണ് വന്നാൽ മതി. അത് കാര്യം കൊടുക്കും. അപ്പൊ ഈ നീലവാദം അങ്ങനെ 2014 AC പവർ സ്റ്റാറിംഗ് വരുന്ന മോഡൽ. എല്ലാം വരാൻ അടിപൊളി നാനല്ലേ? ഫുള്ളോട് വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ടിസ്റ്റർ ബാക്ക് ദിക്കി ഓപ്പണാവോ? ദിക്കി ഓപ്പണാവില്ല. അല്ലാത്ത വണ്ടില്ലേ? ബാക്കിയുള്ള എല്ലാ പരിപാടി ഉണ്ട്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. നമുക്ക് 90 രൂപ കൊടുക്കാം. 90,000 രൂപ നീല കളറിനെ നാനാണ് കൊടുക്കാം അല്ലേ? ചൊറുക്കുള്ള വണ്ടി കൊടുക്കാം. ഞാൻ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 2016 ഡിക്കി ഓപ്പൺ ഓട്ടോമാറ്റിക് ആണ്. ഡിക്കി ഓപ്പണിലെ ഓട്ടോമാറ്റിക് നാനേ കിടക്കുന്നില്ലേ? 16 മോഡൽ ടിസ്റ്റ് ആണ് അല്ലേ? ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ലേഡീസിനും ജെന്റ്സിനും പറ്റിയ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഓടിയത് എത്ര? ഇത് എത്ര? 65 ഓടിയിട്ടുള്ളൂ. ആ ലെവൽ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണല്ലേ? നമുക്കൊരു 1,80 കൊടുക്കാം. 1,80,000 രൂപയ്ക്ക് കുറച്ച് കൊടുക്കോ? നോക്കാം നമുക്ക്. എന്തായാലും നോക്കലേ? കസ്റ്റമർ എന്നാ കുറച്ചിലാണ് കൊടുക്കും. 14,90 രൂപ കൊടുക്കാം. 14 മോഡല് ഈ നാനോ 90,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഓടിയത് എത്ര? അത് 17,000 ഓടിക്കണം. 17,000 ആ ഓടിയുണ്ട്. റീപ്ലേസ് ഒന്നും ചെല്ലോ? ഇല്ല, മേജർ ഒന്നും ഇല്ല കേട്ടോ. ആ പരിപാടിയൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്യാനല്ലേ? എല്ലാം കൊണ്ട് ഉഷാറാണല്ലേ? 90,000 രൂപയ്ക്ക് അല്ലേ? ലോൺ ഇല്ലല്ലോ? റെഡി കായ്ക്ക് വണ്ടി എടുക്കാം. ഇതൊക്കെ 20 മേപ്പട് മൈലേജ് കിട്ടും. ഈ നാനോളൊക്കെ 20-25 ലെവലിൽ മൈലേജും കിട്ടും അല്ലേ? ഓക്കെ. ഇവിടെ നാനോ ചാകര, അങ്ങോട്ടൊക്കെ മാരുതി ചാകര അല്ലേ? ആ തലക്കൊക്കെ അൾട്ടോ ചാകരല്ലേ? അടുത്താണ് അടിപൊളി സടാ വണ്ടികളല്ലേ? വർണ്ണായിക്കോട്ടെ. ആദ്യം വെള്ള കളർ വർണ്ണ. 2013 മോഡല് വരണോ? 13 മോഡൽ പറഞ്ഞാണല്ലേ? ഡീസൽ വണ്ടി. മിന്റ് കണ്ടീഷൻ വണ്ടി കേട്ടോ. മിന്റ് കണ്ടീഷൻ ആണ്. ഫുൾ കണ്ടീഷൻ വണ്ടിയില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 30 ഓടിയിട്ടുണ്ട്. 1:30. റീപ്ലേസും കാര്യങ്ങളൊന്നും നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങള് കൂളിംഗ് ഒക്കെ ചെയ്ത വണ്ടിയില്ലേ? തെളുക്കം തിളങ്ങുന്നു പറയാം. അതെ. നമുക്ക് വെറും 3,30,000 രൂപ കൊടുക്കട്ടോ. വെറും 3,30,000 രൂപ കൊടുക്കാം. നല്ല അത്തറിന്റെ വാസനല്ലേ? ഡോറ് തുറന്നാല്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണത്? ഫുള്ളല്ല, നേരെ താഴെ ഉണ്ടല്ലേ? 3:30 ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. എല്ലാം ഉഷാറാണല്ലേ? ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്ക് 2-3 കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ലോൺ കയറും. ഫുൾ ഓൺ തന്നെ പറഞ്ഞേ. ഇത് ഡീസൽ മൈലേജും കിട്ടും. എന്നാ അടുത്തോണ്ടല്ലോ അടിപൊളി സ്കോഡ് ആണല്ലോ. 2013 റാപ്പിഡ്. സ്കോഡിന്റെ റാപ്പിഡ് ആണ് അല്ലേ? 2,60,000 രൂപ കൊടുക്കട്ടോ. 2,60,000 മോഡല്? ഓഫർ പ്രൈസ് ആണ്. 2013 മോഡലാണ്. 13 മോഡലാണ്. അനിലൊക്കെ ചെയ്തോണ്ട് ഓഫർ വില കൊടുക്കാം അല്ലേ? ഓടിയണേ? ഓട്ടോ 1,20 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ളേ? റീപ്ലേസ് മേജർ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ? എത്ര? 2,60. 2,60 കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ ആണ്. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ 1,00,000 കൊടുക്കട്ടോ. മാക്സിമം കയറും. നല്ല പ്രൊഫൈലിന് 2 രൂപ കൊടുക്കാം. ഒരു 10-60,000 മുടക്കിൽ ഇറങ്ങാം അല്ലേ? ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. അതിനും 18-20 മൈലേജ് എന്തായാലും കിട്ടും. എന്നാ അടുത്തോണ്ടല്ലോ അടിപൊളി അൾട്ടീസ് ആയിക്കോട്ടെ. കേരള വണ്ടിയാണ്. 12 91 ഫുൾ ഇഷ്ടമുള്ള വണ്ടിയാണ്.
ഫുള്ള് പക്ക കമ്പനി ഉണ്ടോ? ഫുൾ സർവീസ് ധൈര്യം പറയാം. 168 ഓടിയാണ്, ഫുൾ സർവീസ് ഓടി ഉണ്ടല്ലേ. ഏറ്റവും ടോപ്പ് ജി ആണ് കേട്ടോ. ജി ആണ് ഓപ്ഷൻ വരുന്നില്ലേ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 4th ആണ് നിലവിലുണ്ടല്ലേ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ആ പരിപാടി ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എടുക്കുന്ന പാർട്ടിക്ക് ഒരു വർക്ക് കൊടുക്കല്ല. എണ്ണടിച്ച് ഓടിയാൽ മാത്രം മതില്ലേ? വേറെ പണികളൊന്നും ഇല്ലാത്ത വണ്ടിയില്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇതിന് 5,30,000. 5 ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഒരു 3-3.5 വരെ ഫിനാൻസ് കൊടുക്കാം. മാക്സിമം കുറച്ചും കൊടുക്കാം. അതെ. ഓക്കെ. 5 30,000 കൊടുക്കില്ലല്ലോ. അതൊന്നും ചെലല്ലേ? ആളുകൾ ഒന്ന് ചെയ്ത് കൊടുക്കാല്ലേ? ലോണത്ര തന്നെ 3 ലക്ഷം 3 കയറും. ഒരു 1-1.5 ലക്ഷം വണ്ടി ഇറക്കാറല്ലേ? ഒറിജിനൽ കേരള വണ്ടിയല്ലേ? ഇഷ്ടമൊക്കെയുള്ള വണ്ടി 90 ഫാൻസി നമ്പറും ഉണ്ട്. അടുത്തുള്ള അടിപൊളി ഹോണ്ട സിറ്റി ആയിക്കോട്ടെ. 2014 മോഡൽ SP ആണ്. ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്ത വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാ? XP ആണ് ഓപ്ഷൻ വണ്ടി. അലവിലൊക്കെ ചെയ്ത വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ റീ രജിസ്റ്റർഡ് ആണ്. റീവണ്ടിയാണ്. അറിയാം. കേരള നമ്പറായ വണ്ടി. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ഇത് 4,10,000 കൊടുക്കാം. 4,10,000 കൊടുക്കാം. 10,000 വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം. 3 ലക്ഷം വരെ ലോൺ കൊടുക്കാം. മാക്സിമം കയറും. ഒരു 50,000-60,000 മുടക്കിൽ നമുക്ക് വണ്ടി എടുക്കാം അല്ലേ? ഫുൾ പക്ക വണ്ടി. വേറെ പണികളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയില്ല. ലോൺ എത്ര കയറുന്ന? ലോൺ 3.5 കിട്ടും. കയറുമല്ലോ അല്ലേ? ഡീസൽ നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ 20 കിലോമീറ്റർ സുഖമായിട്ട് മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്തോണ്ട് അടിപൊളി സണ്ണാണല്ലോ. ഫുൾ ഓൺ കേട്ടോ. ഫുൾ ഓൺ 2016 മോഡൽ. 16 മോഡല് സണ്ണാണ്. ഫുൾ ഓൺ കൊടുക്കാം അല്ലേ? റീ രജിസ്റ്റേർഡ് ആണ്. ഇത് ഓപ്ഷൻ ഏതാ? ഇത് XC ആണ്. XV. ഓടിക്കണ എത്ര? ഓട്ടം 140 ഓടിയിട്ടുണ്ട്. 140 ഓണർഷിപ്പ് ആണ് നിലവിലുള്ളല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല. കിടിലം വണ്ടില്ലേ? മെയിൻ ഗ്ലാസ് മാറ്റി നമ്മൾ മാറ്റി തന്നെ ഇതിന് ഗ്ലാസ് ഉണ്ട്. അത് കാണിച്ചു കൊടുക്കും. അത്ര ഗ്യാരണ്ടി ഉള്ള വണ്ടില്ലേ? പൈസ മുടക്കാതെ അടിപൊളി സടാ വണ്ടി. ലെഗ് പൈസ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടില്ലേ? പൈസ ഞാൻ ഉണ്ടാകാം. ചോദിക്കണത് 3.30 ചോദിക്കണേ. നെഗോഷ്യബിൾ ആണ്. ഫുൾ ഓൺ അവൈലബിൾ ആണ്. 3.30 ഫുൾ ഓണില് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും ചേച്ചി. ഓക്കെ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 22-23 മൈലേജും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും പറഞ്ഞല്ലോ. 2011 മോഡൽ പറഞ്ഞ 11 മോഡലാണ്. 3999 നമ്പർ ആയിട്ടില്ലേ? 2.60 കൊടുക്കാം. 2,60,000 പറഞ്ഞു കൊടുക്കാം. ഈ വലിയൊരു വണ്ടി കൊടുക്കും. ഇന്നത്ര ഓടിയാണ് അങ്ങനെയാണെങ്കിൽ? അതെത്ര 1.13 ഓടിയിട്ടുണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 6ാമത്താണ്. റേറ്റ് കേട്ടോ. 6ാമത്തെ ഓണർഷിപ്പിൽ അപ്പൊ നിലവിലാണ് എടുക്കുന്നുണ്ട്. ഇപ്പൊ അതിനൊരു കമ്മിയാണ്ടാന്നുള്ളതില്ലേ? നല്ല വൃത്തിലുണ്ടല്ലേ? ലക്ഷറി ലുക്കില് പച്ചപ്പുല്ലൊക്കെ മുളച്ചോണല്ലോ. ഓണർഷിപ്പിന്റെ വിഷയമുള്ള വണ്ടി മെക്കാനിക്കലി ഫിറ്റ് ആണല്ലേ? അതുകൊണ്ട് നമ്മൾ അങ്ങനെ വില കുറച്ച് കൊടുക്കുന്നില്ലേ? ഇവർ 2,60,000 പറഞ്ഞു കൊടുക്കാം. ഫിനാൻസും കൊടുക്കാം. കൊടുക്കും. അപ്പൊ 60,000 ഇറക്കാം. ഡീസലൊന്നും മൈലേജ് കിട്ടും. 18 മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി സദാ വണ്ടി ആയിക്കോട്ടല്ലേ? 12 മോളിൽ എത്തിയോസം അല്ലേ? ഇത് ഓപ്ഷൻ ഏതാ? അത് GD ആണ്. SP ഉണ്ടോ? ചില കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.23 ഓടിയിട്ടുണ്ട്. റീവണ്ടി ആണ്. 1.30 റീവണ്ടി ആണ്. 1.30 അടിക്കണ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? 4th ഓണർഷിപ്പ് ആട്ടോ. 4th ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ? തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഫുൾ ഗ്യാരണ്ടി പറയാലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണതാല്? 3,10,000 കൊടുക്കും. 3.10 നമ്മള് ചോദിക്കുന്നുണ്ട്. 2.5 ലോൺ കൊടുക്കും. 2 ലക്ഷം ലോണും കയറും. എന്തായാലും ഒരു 10,000 മുടക്കിൽ വണ്ടി ഇറക്കാം അല്ലേ? ഫുൾ ഗ്യാരണ്ടി വണ്ടി. അടുത്ത വണ്ടി ഫോർഡ് അല്ല ഫിയറ്റിന്റെ ലിനിയ ഉള്ളത്. 2014 മോഡൽ വണ്ടിയാണ്. 2.40 കൊടുക്കാം. 14 മോഡൽ നീലേ? 2.40. ഇതിന്റെ 15-16 നമ്മൾ എടുത്തിട്ടുണ്ട്. 15-16 ഉണ്ടോ? 2.5 കൊടുക്കാം. 2.5 അത് പണിയിലേക്കാരല്ലേ? ഇതേനാ കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 1.20 ഓടിക്കുന്നത്. ഓടിക്കുന്ന നല്ല അടിപൊളി വണ്ടിയില്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ള. റീപ്ലേസ് ഒരു പരിപാടി ഇല്ല. എത്ര വയ്ക്കുന്നുണ്ട്? അതിന് നമ്മള് 2.40. 2.40. ഇതിനോ? ഇത് 2.40. ഇതൊക്കെ 2.40. എല്ലാം 2.40 കൊടുക്കൂലേ? മറ്റേത് 2.5 2.5 കൊടുക്കാറല്ലേ? ആൾക്കാർ വന്ന മാക്സിമം കുറച്ചും കൊടുക്കും. അടുത്തുള്ള അടിപൊളി ഹോണ്ട സിറ്റി ആയിക്കോട്ടെ. ഇത് 2014 ഇത്. 14 മോഡൽ ഹോണ്ട സിറ്റി അല്ലേ? റീ രജിസ്ട്രേഷൻ വണ്ടിയില്ല. ഓടിക്കണ എത്ര? ഇത് 93 ഓട്ടം. 4th ഓണർഷിപ്പ്. 93 ഓടിക്കണല്ലേ? 4ാമത്തെ ഓണർഷിപ്പിലാണ്. അലവിലെ കർഷക ചെയ്ത വണ്ടിയില്ലേ? എസ് ആണ് കേട്ടോ. എസ് ആണ് ഓപ്ഷൻ വരുന്നില്ലേ? എല്ലാവരോടും എസ് ഇങ്ങനെ പറയില്ലത്. റീപ്ലേസ് ചെയ്യാലോ? ഇല്ല, ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറയാം.
ഇതിനെത്ര നമ്മൾ ചോദിക്കണല്ലോ ഹോണ്ട സിറ്റിക്ക്? 390 കേട്ടോ. 3,90,000 ഹോണ്ട സിറ്റി കൊടുക്കാം. അളവിലൊക്കെ ചെയ്തോണ്ട് അല്ലേ? ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്ക് 3.5 കൊടുക്കാം. 40 റുപ്യക്ക് ഇറക്കി കൊടുക്കാം. വെറും 40,000 വണ്ടി ഇറക്കാം, ഹോണ്ട സിറ്റി ഇറക്കാം അല്ലേ? ഡീസൽ എത്ര വരെ കിട്ടും? 20-22 എന്തായാലും കിട്ടും. ഓക്കെ. എന്നാ അടുത്ത വണ്ടി സണ്ണി ആയിക്കോട്ടെ. സണ്ണി 2013 ആണ്, കേരള വണ്ടിയാണ്, XP ആണ്, ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ആണ്, ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അളവിൽ കമ്പനി വരുന്നല്ലേ? നമുക്ക് 2.80 കൊടുക്കാം. 2,80,000 ഈ വലിയൊരു വണ്ടി കൊടുക്കാം അല്ലേ? കപ്പൽ മാറുള്ള വണ്ടി കൊടുക്കാം. ഇപ്പൊ ലോൺ അറിയൂലേ? ലോൺ നമുക്ക് 2 to 2.5 കിട്ടും. മാക്സിമം ലോണും കയറും. അപ്പൊ ധൈര്യം പറഞ്ഞു തരാല്ലേ? പണികള് കാര്യങ്ങളൊന്നും ചെയ്യല്ലോ? ഒന്നുമില്ല, ഫുൾ ഗ്യാരണ്ടിയിലല്ലേ? 20 മേലെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ഹോണ്ട സിറ്റി അല്ലത്? ഹോണ്ട സിറ്റി. അത് 2014 തന്നെയാണ്, SP തന്നെയാണ്. 14 മോഡല് XP ല്ലേ? നമുക്ക് ഓഫർ ആയിട്ട് 3.80 കൊടുക്കാം. ഓഫർ വിലക്ക് ഹോണ്ട സിറ്റി കൊടുക്കാം. 3,80,000 വെറും 30 റുപ്യ ഇറക്കി കൊടുക്കാം. വെറും 30,000 ഇറക്കാം. ബാക്കൊക്കെ ലോൺ ചെയ്തെടുക്കും. 3.5 ലോൺ കയറി കൊടുക്കൂലേ? എത്ര ഓടിക്കണെന്നാല്? ഇത് 90 4 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? സിറ്റി ഒക്കെ റിയാട്ടോ നമ്മുടെ അടുത്തുള്ള. സിറ്റി ഒക്കെ റിയാണല്ലോ. ഹോണ്ട സിറ്റികളൊക്കെ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. വെറും 30,000 അടിപൊളി ഹോണ്ട സിറ്റി കൊടുക്കാം അല്ലേ? ഫുൾ ഗ്യാരണ്ടിയിലുള്ള വണ്ടി അല്ലേ? എന്നാ അടുത്ത വണ്ടി സിവിക് ആയിക്കോട്ടെ. എന്നാല് ഇത് 2008 മോഡല് ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ഹോണ്ട സിവിക് ആണല്ലേ? ഓ, മാണിക്കക്കല്ല് പോലെ സാധനം. അലവിലൊക്കെ ചെയ്ത് അടിപൊളി ലുക്ക് ആയിക്കോണല്ലേ? എത്ര ഓടിയിരുന്നാല്? ഇത് 1 ഓടിയിട്ടുണ്ട്. 28 പുതിയ പേപ്പർ ഉണ്ട് കേട്ടോ. 1 ഓടിയാണ്, 22 പേപ്പർ ഉണ്ട്. പക്ഷെ എല്ലാ ദമ്മു വണ്ടി അല്ലേ? കൊടുത്ത പൂവറ വിമാനം കൊണ്ടു പോലെ. 2 ലക്ഷം കൊടുക്കാം. 2 ലക്ഷം? 2 ലക്ഷത്തിന് കൊടുക്കാം. 2 ലക്ഷം റുപ്യാണ് വണ്ടിക്ക് ചോദിക്കണ്ടേ? അതിക്ക് കുറക്കുവോ? നെഗോഷ്യബിൾ ആണ്. ലോൺ കിട്ടൂല. ലോൺ കിട്ടൂല, റെഡി ആയി ഇറക്കാം അല്ലേ? 2.5 ലക്ഷം റുപ്യക്ക് ഹോണ്ട സിവിക്, അത് അലവിലൊക്കെ ഇട്ട് നല്ല മുത്തുമണി സാധനം കൊടുക്കാം അല്ലേ? ഓക്കെ. പെട്രോൾ 10 കിട്ടുമോ? 10 ഉള്ളിൽ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എന്നാ അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ ക്രൂസ് ആയിക്കോട്ടെ. ക്രൂസ് 2011 ഡീസൽ ഓട്ടോമാറ്റിക് LTZ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 77 നമ്പർ തന്നെ ക്രൂസിലെ LTZ അല്ലേ? ഓടികൾ എത്ര നാല്? ഓട്ടം 93 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് RC ആണ്. 93 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്നാല് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ? എത്ര ചോദിക്കണെന്നാല്? ചോദിക്കുന്നത് 2,80,000 ആണ്. 2,80,000. അത് കുറച്ച് കൊടുക്കും. നെഗോഷ്യബിൾ ആണെങ്കിൽ വന്നാൽ മതി. വന്നാ മതി, കുറച്ച് കൊടുക്കാം അല്ലേ? ലോണ് കാര്യങ്ങള്? ലോൺ കിട്ടൂല, റെഡി ആയിക്കോട്ടെ ഇറക്കാം. എന്നാ അടുത്തോണ്ടല്ലോ അടിപൊളി അൾട്ടീസ് ആയിക്കോട്ടെ. ഇത് 2004 കേരള നമ്പറായ വണ്ടിയാണ്. 4 കൊള്ളാണ് കേരള നമ്പറായ വണ്ടിയാണ് അല്ലേ? അൾട്ടീസ് പെട്രോൾ. അൾട്ടീസ് പെട്രോൾ വണ്ടിയാ? അൾട്ടീസ് അല്ല, കൊറോള ആണ് അല്ലേ? അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ? കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? വണ്ടിയല്ലേ, നോക്കണ്ട അല്ലേ? നോക്കാതെ പറഞ്ഞു കൊടുക്കാം അല്ലേ? നല്ല കണ്ടീഷൻ ആണ്. ഇഞ്ചിനും വെക്കാനൊക്കെ ഉഷാറാണല്ലോ അല്ലേ? നമുക്ക് 1,40,000 കൊടുക്കാം. വെറും 1,40,000 കൊറോള കൊടുക്കാം അല്ലേ? 1,30,000 കേട്ടോ. 1,30,000 പിന്നെയും കുറച്ചു. അതെ. എത്ര പേപ്പർ ഉണ്ട്? 25 പേപ്പർ. 25 വരെ പേപ്പർ ഉണ്ട്. 26 പേപ്പർ ഉണ്ട്. എന്തായാലും ഉണ്ടല്ലോ അല്ലേ? ധൈര്യമായിട്ട് പറയാം. പെട്രോൾ എത്ര വില കിട്ടും? അതിനൊരു 10 കിട്ടും. ആ വില കിട്ടും. ഞാൻ അടുത്ത ഫുള്ള് ഒമ്നികളാണല്ലേ? ഒരു 3-4 ഒമ്നി ഉണ്ട്. അപ്പൊ ഈ ഒമ്നിയാണേ 2003 ആണ്. 67,000 കൊടുക്കണം. വേറെ 65,000 മാരുതിന്റെ വിലക്ക്. അപ്പൊ ഈ ഒമ്നിയോ 2010 ആണ്. നമുക്ക് 1,20,000 കൊടുക്കാം. 1,20,000 ഫുൾ പേപ്പർ ക്ലിയർ ഉണ്ട് ഒക്കെ അല്ലേ? ഇത് പുതിയ പേപ്പർ എടുത്ത് നമുക്ക് 1,30,000 കൊടുക്കാം. 1 പിന്നെ ഈ ഒമ്നി കൊടുക്കാം. 2009 മോഡലല്ലേ? ഇതൊക്കെ ഫുൾ പക്ക വണ്ടിയല്ലേ? നമുക്ക് ചെക്ക് ചെയ്തെടുത്താൽ മതി അല്ലേ? എന്നാ വേഗം ഉണ്ടല്ലോ. 2000 മോഡലാണ്. ഒരു 68 രൂപ കൊടുക്കാം. 70,000 വേഗം കൊടുക്കല്ലേ? ഓ, ചെറിയ കാര്യം ഉണ്ടല്ലേ? ഇത് ഓടിയോണ്ട് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, പഴയ വണ്ടി 2000 മോഡലാണ്. 2000 മോഡലായോണ്ടല്ലേ? പക്ഷെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? കവർ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അടിപൊളിയാക്കി വണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ചെയ്യണ്ടോ? മേജർ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടിയില്ല, ധൈര്യമായിട്ട് പറയാലോ അല്ലേ? വേറെ 65,000 വേഗം കൊടുക്കണേ. എല്ലാം 65,000 അല്ലേ? 65 70,000 ഓക്കെ. ഇന്ത്യക്കാനെ നമുക്ക് ഒരു 85 രൂപയ്ക്ക് കൊടുക്കാം. 2008 പുതിയ പേപ്പർ 8 മോള് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ഇന്ത്യക്ക 80 രൂപയ്ക്ക്. അപ്പൊ ബീറ്റോ? ബീറ്റ് 2013 ഡീസൽ 95. എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലേ? ഫുൾ പക്ക ഉണ്ടല്ലേ ഇതൊക്കെ? എന്നാ ഫോർഡ് ഫിഗ ആയിക്കോട്ടെ. ഇത് 2010 നമുക്ക് 1,10,000 കൊടുക്കാം. 1,10,000 കൊടുക്കാം. എല്ലാവരും ക്ലിയറിലാണ്. എന്നാ സെന്നുണ്ടല്ലോ? 2001 ഇപ്പൊ വന്നിട്ട് പുതിയ പേപ്പർ 27 പേപ്പറുണ്ട്. 26 പേപ്പറിലെ മാരുതി സെന്നാണല്ലേ? അടിപൊളി കൂളിംഗ് ആണ്.
തണുപ്പുള്ള പെരുന്തണുപ്പുള്ള വണ്ടിയില്ലേ? അടിപൊളി ഉണ്ട് കേട്ടോ. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പാച്ച് വർക്ക് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ഓൾഡ് ഷേപ്പ് ഉണ്ട്. ഇത് കാർപ്പേറ്റർ MPF കാർപ്പേറ്റർ വണ്ടിയില്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? എന്നാ റേറ്റ് എന്ന് പറയുന്നത് 65,000 രൂപ കൊടുക്കാം. വെറും 65,000 രൂപയ്ക്ക് മാരുതി തന്നെ 65,000 രൂപ മാരുതി എന്നോട് കൊടുക്കാല്ലേ? എല്ലാം കൊള്ളാണ് 65,000 രൂപയ്ക്കല്ലേ? അതങ്ങനെ ടൈമാണല്ലേ? അതാണ്. 2008 പെട്രോള് ലോഗന് നമുക്ക് 1.10 കൊടുക്കാം. 1.10 ലോകം കൊടുക്കാം. സാധാ വണ്ടിയില്ലേ? അതും പെട്രോൾ വണ്ടി. ഇനി ഇവിടെ നല്ല അടിപൊളി എക്സ്യൂകൾ ആയിക്കോട്ടെ അല്ലേ? ആദ്യം ടാറ്റ സഫാരി ഇവിടെ നല്ല സഫാരി കിടിലൻ വണ്ടിയാണ്. കിടിലൻ കിടുക്കാച്ചി സഫാരിയിലെ ഒരു ഒറിജിനൽ കേരള വണ്ടിയാ. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ പേരിലേക്ക് മാറാൻ കൊടുത്തിട്ടുണ്ട്. മാറാൻ കൊടുത്തു. അപ്പൊ സെക്കൻഡ് ആവില്ല. സൈറ്റിലൊക്കെ ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്നത്. നിലവിൽ കിടക്കുന്നില്ലേ? കൊടുത്തിട്ടുണ്ട്. ആരും ചോദിച്ചാൽ കിട്ടാത്ത മുതലാണ് ഈ ടാറ്റയുടെ സഫാരിയിലെ. ഏത് മുള്ളാടുണ്ടല്ലേ? എത്ര ഓടിയാണ് പറയാൻ? 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സ്ഥിരങ്ങളുള്ള വണ്ടിയാന്നല്ലേ? ഏഴൊക്കെ അടിച്ചു പിന്നെ പോകാലല്ലേ? ഇപ്പൊ വന്ന കണ്ടീഷൻ വണ്ടി കേട്ടോ. ഫുൾ കണ്ടീഷൻ വണ്ടിയിലെ സെൻട്രലൈസ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് അല്ലേ? ടച്ച് പോളിഷ് ചെയ്ത വണ്ടി കിടിലനായിക്കാരം. എന്നാ എത്രയാണ് ഈ ടാറ്റ സഫാരിക്ക് ചോദിക്കണ്ടത്? നമ്മൾ ആസ്ക് ചെയ്യണത് 2,90,000 നെഗോഷ്യബിൾ ആക്കി കൊടുക്കാൻ വന്നാൽ മതി. 2,90,000 രൂപയ്ക്ക് ടാറ്റന്റെ സഫാരി കൊടുക്കല്ലേ? കിടിലൻ കിടക്കാച്ച് വണ്ടിയില്ലേ? നല്ല ദമ്മുണ്ട്. 56,000 കിലോമീറ്റർ ആകെ ഓടി വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയില്ലേ? ഓക്കെ. ഇത് ലോൺ കയറുന്നാല് ലോണ് പാസ്സാവും. റെഡി ആയിക്കോട്ടെ. നവംബർ പേപ്പർ ഉണ്ട്. പേപ്പർ എടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഇല്ലല്ലേ? ഇത് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനൊരു 12 രൂപ എക്സ്പെൻസ് വരുള്ളൂ അല്ലേ? വിലയും കുറവാണല്ലേ? ഇത് ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് ഉണ്ട്? 10 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. അതാണ്. അടുത്തുള്ള അടിപൊളി ടവേരകളാണല്ലോ. 2005 നമുക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപയ്ക്ക് ടവേര ചോപ്പുകളൊക്കെ കൊടുക്കാം. ഫുൾ ഗ്യാരണ്ടി വണ്ടിയില്ലേ? നല്ല ദമ്മുണ്ട്. വന്ന് ചെക്ക് ചെയ്തോളല്ലേ? അടുത്തോണ്ട് കോളീസ് ആയിക്കോട്ടെ. 1 കോളീസും കൊടുക്കാം. ഇതൊക്കെ ജംട്ട വണ്ടിയാളല്ലേ? ഫുൾ കണ്ടി ഇഞ്ചിനെ വെക്കാനൊക്കെ ഉഷാറല്ലേ? ഏത് വണ്ടി നോക്കി ചെക്ക് ചെയ്ത് എടുത്താൽ മതി. ഗ്യാരണ്ടി പറയാം. ഓക്കെ. മഹീന്ദ്രന്റെ സൈലാണ് 2010 നമുക്ക് 1.80 കൊടുക്കാം. 1.80 ഇതൊക്കെ 1.80. എല്ലാ 7 സീറ്റർ 1.80. സ്കോർപ്പിയോ ഉണ്ടല്ലോ. സ്കോർപ്പിയോ 2009 പുതിയ പേപ്പർ എമോക്ക് ഇഞ്ചൻ വരുന്ന വണ്ടിയാണല്ലേ? 3.10. ഫുൾ ഗ്യാരണ്ടിയില്ലേ? ഇതൊക്കെ ഇന്ന് ആൾക്കാർ വരുന്ന ഫോട്ടോസും ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കൂലേ? എല്ലാം ചെയ്ത് കൊടുക്കും. ബൊലേറോ ഉണ്ട് 2009 പുതിയ പേപ്പർ കേട്ടോ. 9 മോഡലാണ്. 29 പുതിയ പേപ്പർ ഉണ്ട്. പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയില്ലേ? വണ്ടിയാണോ? വൃത്തിയുള്ള ചുരുക്ക പാച്ച് വർക്ക് ഒന്നും ചെയ്യലോ? ഒന്നുമില്ല. ഓടിയുണ്ട് എത്ര? 1.53 ഓടിയിട്ടുണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാല് മെയിൻ ക്ലാസ് വേറെ മേജർ ഒന്നും ഇല്ല. ധൈര്യമായിട്ട് പറയാലോ അല്ലേ? എത്ര വണ്ടിക്ക് ചോദിക്കണെന്നാല്? ചോദിക്കുന്നത് 2.80 2,80,000 രൂപ അടിപൊളി ബൊലേറോ കൊടുക്കാം അല്ലേ? കുറച്ചും കൊടുക്കാം. ലോൺ കയറില്ല? ലോൺ നമുക്ക് 1.5 ലോൺ കൊടുക്കാം. എന്തായാലും കയറി ചോദിച്ചു. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്തുള്ള അടിപൊളി ഫോർച്യൂണർ ഉണ്ട് 2009 ഒറിജിനൽ കേരള പുതിയ പേപ്പർ എടുത്താൽ കേട്ടോ. ഫുൾ പേപ്പർ എടുത്തുള്ള അടിപൊളി ഫോർച്യൂണറിലെ 4 ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എല്ലാം കൊണ്ട് ഷുവർ അല്ലേ? ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുത്തുള്ളൂ അല്ലേ? ഓടിയാണ് എത്ര? 2.40. 2.40. ഓണർഷിപ്പ് 8ാമത്താണ് നിലവിലുള്ളത്. അയിമലാണ് കളിക്കണ്ടല്ലേ? അതുകൊണ്ട് നമുക്ക് 8 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. എത്ര? 8 രൂപ കൊടുക്കാൻ വേണ്ടി. 8 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഫോർച്യൂണർ അല്ല അടിപൊളി 8 സീറ്റ് വണ്ടി കൊടുക്കാം. ഒരു വർക്ക് കൊടുക്കാല്ലോ. എണ്ണ ചോദ്യ മാത്രം മതി. ടയർ മാറ്റി. കടുപ്പുത്തൻ ടയറാണ് മാറ്റിയാണ് ഇട്ടുകൊടുത്തല്ലേ? 8 ലക്ഷം രൂപയ്ക്ക് അടിപൊളി അല്ല 8 ലക്ഷം രൂപ അല്ലേ? 8 ലക്ഷം രൂപ ഫോർച്യൂണർ കൊടുക്കാം. 2010 മോഡല് 2009 പുതിയ റിന്യൂവൽ എടുത്ത വണ്ടിയില്ലേ? മൈലേജ് എത്ര കിട്ടും? മൈലേജ് 11-12 ഉപയോഗിച്ചിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ. അടുത്ത വണ്ടി മഹീന്ദ്രന്റെ XU500 അല്ലേ? 2012 നമ്പർ വണ്ടിയാണ്. 11 മോഡൽ 12 രജിസ്ട്രേഷൻ വണ്ടിയില്ലേ? ഇത് W8 4,20,000 രൂപ കൊടുക്കാം. ഇത് W8 അല്ല ഏറ്റവും ഫുള്ളോട് വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.13 ഓടിയിട്ടുണ്ട്. ഓടിയുണ്ട്. സിംഗിൾ RC ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇപ്പൊ നിലവിലുള്ളത് അല്ലേ? എന്താ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല അല്ലേ? ധൈര്യമായിട്ട് പറയാലോ അല്ലേ? എത്ര വയ്ക്കണ്ടേ? 4.20. 4 രൂപന് 3.5 ലോൺ കിട്ടും. ലോണും കൊടുക്കാം അല്ലേ?
എന്തായാലും 10,000 മുടക്കിൽ നമുക്ക് XV ഡബിൾ ഇറക്കാം അല്ലേ? ഡീസൽ എത്ര മൈലേജ് കിട്ടും? അതിനും 10-12 മൈലേജ് കിട്ടും. അത്തോട്ടോ അല്ലേ? മനസ്സിലപ്പോ വീടോട് വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.